നമസ്കാരം, ഞാൻ ഷാനിദ. ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ ബാബ ഐസി ഇംഗ്ലീഷ്. ജയിലിൽ തന്നെ ജനപ്രിയൻ. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ റിമാൻഡ് കാലാവധി ഈ മാസം 22 വരെ നീട്ടി അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി. സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അങ്കമാലി കോടതി ഇന്നും വാദം കേട്ടത് വീഡിയോ കോൺഫറൻസിലൂടെ. അറസ്റ്റിലായി 1 മാസം തികയാനിരിക്കെ ദിലീപിന്റെ ആരോഗ്യം തൃപ്തികരമെന്ന് ഡോക്ടർമാർ. രക്തസമ്മർദ്ദം സാധാരണ നിലയിലെന്നും താരത്തിന്റെ ചെവിയുടെ സന്തുലിതാവസ്ഥ തെറ്റിയെന്ന പ്രചരണം അടിസ്ഥാനരഹിതമെന്നും വിശദീകരണം. അതേസമയം സിനിമാ മേഖലയിൽ നിന്ന് ഇനി പ്രതികളില്ലെന്ന് പൾസർ സുനി. കൂടുതൽ കാര്യങ്ങൾ 16-ന് ശേഷം പറയാമെന്നും പ്രതികരണം. അതേസമയം ഡി സിനിമാസ് അടച്ചുപൂട്ടിയ നഗരസഭാ നടപടിക്കെതിരെ ദിലീപിന്റെ സഹോദരൻ സമർപ്പിച്ച ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. അധികൃതരുടെ നടപടി നിയമവിരുദ്ധമെന്നും തിയേറ്റർ പ്രവർത്തിച്ചത് ലൈസൻസോടുകൂടിയെന്നും അനൂപ്. നഗരസഭാ ഉത്തരവ് അംഗീകരിക്കാനാവില്ലെന്ന് ഹർജിയിൽ ആക്ഷേപം. രാജ്പുത്തോ പട്ടേലോ? ഗുജറാത്തിൽ കലങ്ങിമറിഞ്ഞ രാഷ്ട്രീയ അന്തരീക്ഷത്തിനിടെ 3 രാജ്യസഭാ സീറ്റിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. അമിത്ഷായുടെയും സ്മൃതി ഇറാനിയുടെയും ജയം ഉറപ്പായ തിരഞ്ഞെടുപ്പിൽ പോരാട്ടം 3ാം സീറ്റിനായി. കോൺഗ്രസ് സ്ഥാനാർത്ഥി അഹമ്മദ് പട്ടേലിന്റെ വിജയസാധ്യതയ്ക്ക് മങ്ങലേൽപ്പിച്ച് NCP നേതാക്കളുടെ അവസാന നിമിഷ കൂറുമാറ്റം. 182 അംഗ നിയമസഭയിൽ ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകൾ കഴിഞ്ഞാൽ നിലവിലെ അംഗസംഖ്യ 176. 121 അംഗങ്ങളുടെ പിൻബലത്തിൽ BJP സ്ഥാനാർത്ഥികളായ അമിത്ഷായുടെയും സ്മൃതി ഇറാനിയുടെയും വിജയം ഉറപ്പായ തിരഞ്ഞെടുപ്പിൽ യഥാർത്ഥ പോരാട്ടം 3ാം സീറ്റിനായി. ഒരു സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ 45 സീറ്റ് വേണമെന്നിരിക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അഹമ്മദ് പട്ടേലിന്റെ ജയം പ്രവചനാതീതം. ബൽവന്ത് സിംഗ് രാജ്പുത്തിനെ കൂടി ജയിപ്പിച്ച് 3 സീറ്റും സ്വന്തമാക്കാനുള്ള കരുനീക്കത്തിൽ BJP. സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറിയായ അഹമ്മദ് പട്ടേലിന്റെ ജയം അഭിമാന പ്രശ്നമായി കണ്ട് കോൺഗ്രസ്. വോട്ട് ചെയ്തത് പട്ടേലിനല്ലെന്ന് പ്രഖ്യാപിച്ച് ശങ്കർ സിംഗ് വഗേല. മൊഴിയെടുത്ത് വിജിലൻസ്. BJP നേതാക്കൾ ഉൾപ്പെട്ട മെഡിക്കൽ കോഴ അഴിമതിയിൽ അന്വേഷണം ശക്തം. കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യുമെന്ന് വിജിലൻസ്. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇന്ന് മൊഴി നൽകുക കോഴ ആരോപണം അന്വേഷിക്കുവാൻ BJP നിയോഗിച്ച കമ്മീഷൻ അംഗങ്ങളായ KP ശ്രീശൻ, AK നസീർ എന്നിവർ. ഇരുവരും വിജിലൻസിന് മുന്നിൽ നൽകുക കമ്മീഷൻ റിപ്പോർട്ടിന് വിരുദ്ധമായ മൊഴികളാകുമെന്ന് സൂചന. വിവാദത്തിൽ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനും വിജിലൻസ് നോട്ടീസ്. ഈ മാസം 10-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം. ഡൽഹിയിലെ വിവാദ ഇടനിലക്കാരൻ സതീഷ് നായർക്കും അന്വേഷണ സംഘത്തിന്റെ നോട്ടീസ്. നേതാക്കൾക്ക് കുരുക്കായത് മെഡിക്കൽ കോളേജ് അനുവദിക്കുന്നതിന് കേന്ദ്ര അനുമതി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് വർക്കല SR മെഡിക്കൽ കോളേജ് ഉടമയിൽ നിന്ന് RS വിനോദ് 5,60,00,000 രൂപ കോഴ വാങ്ങിയത്. കോഴ നൽകിയതായി ആരോപണമുള്ള വർക്കലയിലെ കോളേജ് ഉടമ R ഷാജിക്കും വിജിലൻസ് നോട്ടീസ്. അന്വേഷണവുമായി കമ്മീഷൻ. തലസ്ഥാനത്തെ BJP ഓഫീസ് ആക്രമണത്തിൽ അന്വേഷണവുമായി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇന്ന് തിരുവനന്തപുരത്തെത്തുന്ന കമ്മീഷൻ അംഗങ്ങൾ RSS പ്രവർത്തകൻ രാജേഷിന്റെ കൊലപാതകവും അന്വേഷിക്കും. രാജേഷിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും രേഖകളും ഹാജരാക്കാൻ സംസ്ഥാന സർക്കാരിന് കമ്മീഷൻ നിർദ്ദേശം നൽകി. 4 ദിവസം തലസ്ഥാനത്ത് തെളിവെടുപ്പ് നടത്തുന്ന സംഘം BJP ഓഫീസ് ആക്രമണ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരിൽ നിന്ന് മൊഴിയെടുക്കും. വെട്ടേറ്റ് ആശുപത്രി പ്രവേശിപ്പിച്ച വേളയിൽ രാജേഷിനെ ചികിത്സിച്ച ഡോക്ടർമാരിൽ നിന്നും സംഘം വിവരം ശേഖരിക്കും. ഉപരോധം തള്ളി കൊറിയ. മിസൈൽ പരീക്ഷണങ്ങളിൽ ഐക്യരാഷ്ട്രസഭ ഏർപ്പെടുത്തിയ ഉപരോധം തള്ളി ഉത്തര കൊറിയ. ആണവായുധ വിഷയത്തിൽ അമേരിക്കയുടെ ഭീഷണി വകവയ്ക്കുന്നില്ലെന്നും ആരുമായും ചർച്ചയ്ക്ക് തയ്യാറല്ലെന്നും കിം ജോങ് ഉൻ. UN നടപടി തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള അനിയന്ത്രിതമായ കടന്നുകയറ്റമെന്ന് ആരോപണം. കയറ്റുമതി വരുമാനം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് സുരക്ഷാ കൌൺസിൽ തങ്ങളുടെ രാഷ്ട്രത്തിനുമേൽ ഏർപ്പെടുത്തിയ ഉപരോധം പൂർണ്ണമായും നിരാകരിക്കുന്നു. രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിൽ ഇടപെടാൻ അമേരിക്കയും കൂട്ടരും കഥകൾ മെനയുന്നു. ആണവായുധ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടു പോകാൻ ഒരുക്കമല്ലെന്നും ഉത്തര കൊറിയ. ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പ്രസന്റഡ് ബൈ ബാബ ഐസി ഇംഗ്ലീഷ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.